ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുവാണ്. അപ്പോൾ നാട്ടിലേക്ക് വരേണ്ടിയിട്ട് കേരള എക്സ്പ്രസ്സിന് കയറേണ്ടിയിട്ട് കേരള എക്സ്പ്രസ് 8 മണിക്കാണ്. നമ്മൾ ഇച്ചിരി നേരത്തെ നമ്മൾ 6 മണിയായപ്പോൾ സമയം 6:10 ഉള്ളൂ. 8:10 ട്രെയിൻ. അപ്പോൾ ട്രെയിൻ കയറേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 8 മണിക്കാണ് ട്രെയിൻ. പക്ഷേ നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് വന്നത് മംഗളം ലക്ഷദ്വീപിനാണ്, എറണാകുളത്ത് നിന്നാണ് കയറിയത്. ഇപ്പോൾ തിരിച്ച് കോട്ടയത്ത് പോകുന്നത് നമ്മുടെ കേരളയ്ക്കാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ കാണാത്ത വീഡിയോ തീർച്ചയായും കാണാം. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് 2 മണിക്കൂർ ഡിലേ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി കാണിച്ചു തരാം. ഇങ്ങനെ നിന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ട്രാക്കിൽ വിശാഖപട്ടണം ന്യൂഡൽഹി ആന്ധ്ര എക്സ്പ്രസ്, അതുപോലെ തന്നെ ആന്ധ്ര എക്സ്പ്രസ് ഉണ്ട്, തമിഴ്നാട് എക്സ്പ്രസ് ഉണ്ട്, കർണാടക എക്സ്പ്രസ് ഉണ്ട്. കേരള പോയിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടുന്ന് KSR ബംഗളൂരു വഴിക്ക് കർണാടക എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കിടക്കുന്നത് നമ്മുടെ വണ്ടി. ഇത് ഇവിടെ വരണം. സമയം 7:30 ആയതേ ഉള്ളൂ. അരമണിക്കൂറുണ്ട്. അരമണിക്കൂറല്ല, 40 മിനിറ്റ് ഉണ്ട്. 8:10 ട്രെയിൻ പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ഇത് കാണിക്കുന്നത് 12:06. ഇപ്പോൾ കേരള എക്സ്പ്രസ് ആണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ. പ്ലാറ്റ്ഫോം 3 ആണ്. ജസ്റ്റ് ഞാൻ തിരക്കൊന്ന് കാണിച്ചു തരാം, എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാണും. ട്രെയിൻ വരാൻ ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. എന്നിട്ട് തിരക്കുണ്ടോ? കേരള ആണ് വരാനുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 3. സമയം ഇപ്പം 8 മണിയാകാൻ 10 മിനിറ്റ് ഉണ്ട്. 8:10 ട്രെയിൻ പുറപ്പെടുന്നത്. നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. മൊത്തം ചെളി പിടിച്ചൊരു ലോക്കോയാണ്. ഗാസിയാബാദാന്ന് തോന്നുന്നു, കാണാൻ പറ്റില്ല. വഡോദരയുടെ ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. ഇതാണ് നമ്മുടെ കോച്ച്. AC 2 ടയർ A1 ആണ്. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്സിലെ A1 കോച്ച്. അപ്പോൾ 2021 പേരാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. സ്റ്റേഷനിൽ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് തിരക്കായിരുന്നു. ഈ ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരും കയറി സ്ലീപ്പറിലൊക്കെ ഇടിച്ചു കുത്തിയ ആളാണ്. അപ്പോൾ നൈസാണ്. നമുക്ക് അകത്ത് കയറിയിട്ട് ആ കാര്യങ്ങളൊക്കെ കാണിക്കാം. അതാണ് നമ്മുടെ കൊച്ച്. സീറ്റ് നമ്പർ അപ്പർ ബർത്താണ് സീറ്റ്. അതാണ് ബർത്ത്. നമ്മൾ 2 ടയറാണ്. ഇതേ ഉള്ളൂ. നമ്മൾ സമയം 8:10 കഴിഞ്ഞ് ട്രെയിൻ എടുത്തു. അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിക്കകത്ത്. ഈ A1 ഒക്കെ അത്യാവശ്യം ഫുള്ളാട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ആൾക്കാരുടെ മുഖങ്ങൾ കാണിക്കാൻ നമുക്ക് പറ്റൂല. എന്നാലും ഇവിടെ ഫുള്ളാണ്. ഇപ്പം തന്നെ ആളായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആളായിട്ടുണ്ട്. കേരളയുടെ ബാത്റൂം കാണിച്ചേക്കെന്ന് വെച്ചാൽ അത്ര ഓക്കെ അല്ല. മംഗളയിൽ ഇതിലും വൃത്തിയായിരുന്നു. വെള്ളമൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ടാപ്പൊക്കെ വെച്ചേക്കുന്നു. മറ്റുള്ള ജഗ്വാറിൻ്റെ ടാപ്പും ഫിറ്റിങ്സ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫ്ലഷിലൊന്നും എനിക്കൊന്നും മര്യാദ നോക്കിയിട്ട് വെള്ളമൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അറിയില്ല, ഇവിടെ വെള്ളം പോകുന്ന ഒച്ചയൊക്കെ കേൾക്കാം. പിന്നെന്താ, സാധാരണ ട്രെയിനിലൂടെ കൊച്ചി മംഗള പോലെ തന്നെ. സമയം 9 മണിയായി. ഇവിടെ സീറ്റിലൊന്നും ആളില്ല. ഇതാണ് നമ്മുടെ ബർത്ത് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മധുരയിൽ നിന്നൊക്കെ ആൾ കയറും. അപ്പോൾ നമ്മുടെ ഫുഡ് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് കാണാം. നമ്മളൊരു വണ്ടി ഓവർടേക്ക് അടിക്കുകയാണ്. ഏതൊരു വണ്ടിയൊന്നും മനസ്സിലാവുന്നില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ചെന്ന വണ്ടിയാണ്. ഓവർടേക്ക് അടിച്ചോണ്ടിരിക്കുക. ഓവർടേക്ക്
അറിയത്തില്ല, എന്നാലും സംഭവം കൊള്ളായിരുന്നു. വരുന്നുണ്ട് പുറകെ, അത് ഓൾറെഡി ഞാൻ കേൾക്കുന്നത്. നല്ല മധുരയോട് അടുക്കുന്നതേ അറിയത്തുള്ളൂ. മധുര രാത്രിയാണ് നല്ല പറപ്പിക്കാനാണ്. നമ്മൾ മധുര എത്തി. മധുര സ്റ്റേഷൻ. വണ്ടി 10 മിനിറ്റ് ലേറ്റേ ഉള്ളൂ, കുഴപ്പമില്ല. മധുര സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഈ സൈഡാണ്. നമ്മൾ മധുര സ്റ്റേഷനിലെത്തി. മധുര സമയം 10 മണി. അപ്പോൾ രാത്രി സമയം 10:30 നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ രാവിലെ ബാക്കി കാര്യങ്ങൾ കാണാം. മധുരയിൽ നിന്ന് വണ്ടി എടുത്തു. സ്റ്റോപ്പിന് കുറവാണ് അങ്ങോട്ട് പോകുമ്പോൾ. മധുര, ആഗ്ര ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ രാവിലെ 7:15 നമ്മൾ ഇറ്റാർസി ജംഗ്ഷനോട് അടുത്തോണ്ടിരിക്കണം. ഇറ്റാർസി ട്രെയിനിൽ രാത്രി നല്ല കുലുക്കമായിരുന്നു, ഉറക്കമൊന്നും ശരിയായില്ല. ഇനി ഇറ്റാർസി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് നാഗ്പൂരെ സ്റ്റോപ്പുള്ളൂ. ഇറ്റാർസിയോട് എടുക്കുന്നത്. ഇറ്റാർസി ഫുള്ള് ഗുഡ്സിൻ്റെ കളിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഗുഡ്സ് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. കിടക്കുന്നത് കാരണം നമ്മൾ ഇറ്റാർസി എത്തി. ഇറ്റാർസിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റാർസി ബോർഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല. ആ സൈഡായതുകൊണ്ട് ഇറ്റാർസി ആണോ? ഇറ്റാർസി മധ്യപ്രദേശ്. പ്ലാറ്റ്ഫോം ഇറ്റാർസി. ഇറ്റാർസി നമ്മൾ ഇറ്റാർസിയിൽ വന്ന് ഇറങ്ങി. 10 സ്റ്റോപ്പുണ്ട്. സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ നാഗ്പൂർ, മഹാരാഷ്ട്രയിലേ ഉള്ളൂ സ്റ്റോപ്പ്. ഇറ്റാർസി ജംഗ്ഷൻ. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇവിടെ കിട്ടുമെന്ന് നോക്കണം. മുട്ട പൊഴിഞ്ഞതും ചോറും. നമ്മുടെ കൊച്ചി ഇറ്റാർസിനകത്ത് ഇപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റും ഒരു സമോസ അതിന് വണ്ടലിൻ്റെ ഒരു ഗ്രേവി കഴിച്ചിട്ടുണ്ട്. സാധനം വാങ്ങി. ഇവിടെ നിന്ന് തൊട്ട് ഉച്ചയ്ക്ക് നാഗ്പൂരല്ലേ സ്റ്റോപ്പുള്ളൂ. ട്രെയിനിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടണേ. മധ്യപ്രദേശിൻ്റെ വനപ്രദേശങ്ങളോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേക്കൻകാടാണ് ഫുള്ള്. ഒന്നുമില്ല, പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല. ഇനി 11:45 നാഗ്പൂർ ചെല്ലും. 11:45 12 മണിയോടുകൂടി നാഗ്പൂർ ചെല്ലും. സമയമൊന്നും ആയില്ല. 10 മണി സമയം. 10:30 9 മണി ആയതേ ഉള്ളൂ. സമയമുണ്ട്. കൽക്കരിയായിട്ട് പോകുന്നത് ട്രെയിൻ. കൽക്കരി കേരള എക്സ്പ്രസിൻ്റെ റൂട്ടിൽ, അതായത് നാഗ്പൂരിൽ നിന്ന് തിരിഞ്ഞ് വിജയവാഡ അങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് വാറങ്കൽ വഴിയൊക്കെ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എത്ര നാൾ പോകുന്നത് നമ്മുടെ കൊങ്കൺ വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല, ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട്. എന്നാലും ആന്ധ്ര കയറി പോകുന്നുണ്ട്. ആഹാരത്തിൻ്റെ കാര്യങ്ങളൊന്നും വലിയ വിഷയം പറഞ്ഞത്. രാവിലെ ചായ പറഞ്ഞല്ലേ, ഒരു ബ്രെഡ് ഓംലെറ്റും ഒരു സമോസ വാങ്ങിയത്. ബ്രെഡ് ഓംലെറ്റും ഉണ്ടായിരുന്നു. ആ സമോസ പറ്റി തിന്നാൻ പോയായിരുന്നു കൂടുതൽ വിഷയങ്ങളായിരുന്നു. സാധാ സമോസ നല്ല തേക്ക് ഒഴിച്ച് ഞാൻ പറഞ്ഞാണ് അത് ഒഴിക്കേണ്ടത്. പിന്നെ അവൻ പറഞ്ഞത് അത് ഒഴിച്ച് ചൂടോടെ ഗരമായിട്ട് സ്റ്റാർട്ടഡാണ്. അങ്ങനെ അത് ഗരമാക്കാൻ പോയത് മൊത്തത്തിൽ പാളി. അത് കഴിഞ്ഞപ്പോൾ ആലു പൊറോട്ട കഴിഞ്ഞപ്പോൾ ഒരു ആലു പൊറോട്ട വെക്കാം. ആലു പൊറോട്ട വലിയ കുഴപ്പമില്ല. അതിന് കറി കൊള്ളത്തില്ല. അച്ചാറും ആലു പൊറോട്ടയും കൂടി കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ വരും ഫുഡിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ നാഗ്പൂർ വരെ നമ്മൾ അങ്ങനെ കറങ്ങി വരുമല്ലോ. എന്നിട്ട് തിരിഞ്ഞ് അവിടെ നിന്നാണല്ലോ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ടൊക്കെ വരുമ്പം വൻവയലിലൊക്കെ കേരള ഫുഡ് കിട്ടും. കേരള ഫുഡ് കിട്ടിയില്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ കിട്ടും. ഇവരുടെ ഈ ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് പിടിക്കാതെ. അപ്പോൾ കുഴപ്പമില്ല. സാധനം പോറായിരുന്നു. ഏതായാലും സമോസയുടെ മണ്ടൻ ഒഴിച്ച ഗ്രേവി സമോസ തന്നെ മതിയായിരുന്നു. ചൂടല്ലായിരുന്നു സമോസ. അതാണ് വേറെ കുഴപ്പം. തണുത്ത് മരത്തിയിരുന്നായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ അനുഭവങ്ങളുണ്ടാകുന്നത്. അപ്പോൾ
അതിന് നാഗ്പൂരിങ്ങനെ ചെന്നിട്ട് ഉച്ചക്കത്തേക്ക് ഫുഡ് വാങ്ങണം. അപ്പോൾ പോകുന്ന വഴിയിലൊന്നും ഇല്ല കാണാൻ, ജസ്റ്റ് ഇങ്ങനത്തെ കാടും മലയും നോക്കിയിട്ടൊക്കെ ഉള്ളൂ. എന്തായാലും കാഴ്ചകളൊക്കെ കാണുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയാണ് പോകുന്നത്. സ്ഥലങ്ങളും ഉള്ളതൊക്കെ കാണാം. ട്രെയിന് ഒരിടത്ത് പിടിച്ചിട്ടാണ്, ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ട്. അത് എൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടി. AC 2 ടയറാണ്. നമ്മുടെ കൊച്ചിയിലാണ് ട്രെയിൻ പോകുന്നുണ്ട്. ചോടാന്നാണ് സ്റ്റേഷൻ. 10 മണിയാകുന്നേ ഉള്ളൂ. അത് ഇതിനും അടുത്ത്. കാരണം നമുക്ക് ഇനി സ്റ്റേഷൻ നാഗ്പൂരേ വരുന്നുള്ളൂ. ഇതാണ് മധ്യപ്രദേശാന്ന് തോന്നുന്നു, ചിച്ചോട. കൃത്യസമയത്ത് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഇരിക്കുന്ന ഇതുണ്ടല്ലോ, ഈ വലിയ സാധനം, ഇതിനാണ് ശരിക്കും നമ്മൾ കോച്ചെന്ന് പറയുന്നത്. പലരും പറയും ഏത് ബോഗിയിലാണ്. ഇത് കണ്ടോ, ഈ താഴെ കാണുന്ന ടയർ കണ്ടോ, ഇതാണ് ബോഗി. കണ്ടോ, ഇതാണ് ബോഗി. ഒരു കോച്ചിൽ 2 ബോഗി ഉണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലും. ബാക്കി ഈ കാണുന്നതൊക്കെ എയറിൻ്റെ ഓരോ സെറ്റപ്പാണ്, സിലിണ്ടർ കാര്യങ്ങളും. ഇത് കോച്ചാണ്. കോച്ചിൻ്റെ അകത്ത് പിന്നെ കമ്പാർട്ട്മെൻറ്റാണ് വരിക. ബോഗി എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്ഥിരം ട്രെയിനിൽ കയറുന്ന ആൾക്കാർ പോലും ചോദിക്കാറുണ്ട് ഏത് ബോഗിയിലാണ്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ, അത് തിരുത്തണം. നമ്മുടെ ട്രെയിൻ പോകാറ് നമുക്ക് കയറാം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം ചെറിയൊരു കേസാണെന്നാലും അതാണ് ബോഗി, ഇതാണ് കോച്ച് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ എൻജിൻ ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ഈ കാണുന്ന എൻജിൻ്റെ പേരാണ്, അതായത് അവിടെ ഒരെണ്ണം പോകുന്നുണ്ടോ അത് ഒരു WAG9 ആണ്. അതാണ് ലോക്കോ, ട്രെയിനിൻ്റെ എൻജിൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ ടൈംസ് ഉണ്ട്, നമ്മൾ കറക്റ്റായിട്ട് ശരിക്കും ശ്രദ്ധിക്കണം. നല്ല ചൂടാണ്. മധ്യപ്രദേശാണോ മഹാരാഷ്ട്രയാണോ എന്ന് അറിഞ്ഞുകൂടാ. ചിച്ചോണ്ട എന്നാണ് സ്റ്റേഷൻ. ചിച്ചോണ്ട ക്രോസിംഗ് ആണ്. നാഗ്പൂരോട് സ്റ്റോപ്പ്. 3-4 മണിക്കൂർ സ്റ്റോപ്പില്ലാതെ തന്നെയാണ് ഓടുന്നത്. 11:15 കണ്ടാണ് അറൈവൽ ടൈം. ഓറഞ്ചാണ് കേട്ടോ, അടുത്ത് നടന്നത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ചെടികളാണ്.
പോലെ കാണാൻ പറ്റും. ഊട്ടിയിലൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. രാത്രി സമയത്ത് നമ്മൾ ലൂപ്പിൽ പാസ് ചെയ്തത്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അവിടെ ഇഷ്ടം പോലെ കരിപ്പും ചണവും ചോളവും കഴിവും എല്ലാം ഉണ്ടായിരുന്നു. 4 മണിക്കൂറായി ട്രെയിനിൻ്റെ അകത്ത് ഇരിക്കാൻ പറയാം. കാരണം ഒന്നുമില്ല, സ്റ്റേഷനിൽ സ്റ്റോപ്പ് പോലില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എടുത്ത് ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ കേരളത്തിൽ സ്റ്റോപ്പ് കുറവാണ്, പക്ഷേ അതിൽ എന്താണ് നമുക്കൊരു മുഷ്ടിലാണ്. കാരണം 7:45, 8:45, 9:45, 10:45, 3 മണിക്കൂറായി. 1 മണിക്കൂറോട്ടിരിക്കണം. 11:45 ആകുമ്പോഴാണ് ട്രെയിൻ ചെയ്തത്. പക്ഷേ ഇത് അടിപൊളിയാണ്, നല്ല സീനറിയാണ് പുറത്ത്. പക്ഷേ ഭയങ്കര ചൂടാണ്. നമുക്ക് വലിയ ഡോറിനോടെ പോയി നിൽക്കുന്ന റിസ്ക്കാണ്. അതിനില്ല, വെള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ ചൂടാണ്. നാഗ്പൂർ, മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ എടുക്കുന്നത്. ഓറഞ്ച് തോട്ടം ഞാൻ കാണിച്ചില്ല, വീഡിയോയിൽ കാണിച്ചില്ല. അതുപോലെ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണുന്നത്. നല്ല ചൂടാണ്. നദിയെല്ലാം വറ്റി വരേണ്ട കിടക്കുന്നുണ്ട്. ചൂടിൻ്റെ അറിയണമെങ്കിൽ മരങ്ങളിലോട്ട് നോക്കിയാൽ എല്ലാം കരിഞ്ഞാണെങ്കിൽ നല്ല ചൂടാട്ടോ. നമുക്കത് വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ കിട്ടൂല, ഇത് കാരണം അകത്തിരുന്ന് മടുത്ത്. വെളിയിലേക്ക് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ സിഗ്നലിന് വേണ്ടി വണ്ടി ഇവിടെ കുറച്ച് നേരം നിർത്തിയേക്കുമായിരുന്നു. നമ്മൾ സമയം 12 മണി ആയപ്പോഴത്തേക്ക് നാഗ്പൂർ വന്നു. നാഗ്പൂരിലേക്കാണ് നീരിച്ച് കിട്ടി. ഇതെല്ലാം ഒരെണ്ണം വാങ്ങി. അപ്പോൾ ഇവിടെ ഓറഞ്ച്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, ആവശ്യക്കാർക്ക് മേടിക്കാം. എല്ലാം ഓറഞ്ചിൻ്റെ കളറാണ്. ഓറഞ്ച് ബിരിയാണി, മീൽസ്. നാഗ്പൂർ ഓറഞ്ചിന് ഫേമസ് ആണല്ലോ. വലിയ സ്റ്റേഷനാണ് കേട്ടോ. സ്ഥലങ്ങൾ, പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. സ്റ്റേഷനിൽ മുട്ടനാടിനെ കെട്ടിയിട്ടുണ്ട്. വലിയൊരാള്, ഭയങ്കര വലിയ ആളാണ്. ഇത് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, സെക്കൻഡ് ക്ലാസ്. അവിടെ AC കൂട്ടുകാർ അവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവും ഇവിടെ. സമയം ഇപ്പോൾ 1:15 കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ ക്യാമറയിൽ കാണാൻ പറ്റുന്ന ചൂട് വാങ്ങുന്ന കാണാം. അതുപോലെയാണ്. അയ്യോ നല്ല ചൂടാണ്. 1:15 സേവഗ്രാമിൽ പിടിച്ചിട്ട് ചൂടാണ്. വെളിയിൽ നിൽക്കത്തില്ല. കടന്നു വരാനുണ്ട്. സേവഗ്രാമിൽ നിന്ന് വണ്ടി എടുത്തു, 2 മിനിറ്റ് ഇട്ടാണ്. ട്രെയിനൊന്നും വന്ന് കണ്ടില്ല. നല്ല ചൂടാണ്. നല്ലൊരു സ്റ്റേഷൻ, ജംഗ്ഷനാണ് കേട്ടോ. സേവഗ്രാം ജംഗ്ഷനാണ്. ജപ്തിസാഗർ കടന്നു വരുന്നുണ്ട്. നല്ല ബൊഗൈൻവില്ലയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നത്. ലൈൻ ചേഞ്ച് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. നേരെ വേറെ ലൈൻ കിടപ്പുണ്ട്. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ട്, എനിക്കിൻ്റെ ഡീറ്റെയിൽ പറയാൻ അറിയത്തില്ല. എന്നാലും ചെന്നൈ, വിജയവാഡ സൈഡിലോട്ടൊക്കെയുള്ള ട്രെയിനുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ മാറി കയറണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ലൈൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ വാങ്ങിച്ച ഫുഡ് ഒരുപാട് കഴിക്കാം, നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. അതിനകത്ത് കിഴങ്ങിൻ്റെ സബ്ജി മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ടുള്ളൂ. ബാക്കി നല്ല കൊള്ളായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇനി സമയമുണ്ട്. സ്റ്റേഷനിൽ എണ്ണം കുറവായതുകൊണ്ട് സ്റ്റോപ്പ് കുറവല്ലേ. അപ്പോൾ ഇനി ഒരു സ്റ്റേഷനകത്ത് ഇവിടെ അത് 6 മണി 6:30 വാറങ്കലിലെത്തും. വാറങ്കലിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 6:30. പിന്നെ ഇവിടുത്തെ 10:15 വിജയവാഡ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ വിജയവാഡ വരെ നോക്കിയിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ കടന്നു തുടങ്ങുമല്ലോ. നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് വാറങ്കലയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി കിടക്കുക. അടുത്ത സ്റ്റേഷൻ ഞാൻ മറന്നു, ബെൽഗർഷ അതുപോലെ ബെൽഗർഷ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അപ്പോൾ ബെൽഗർഷയിൽ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ലാഗ് 2-3 മണിക്കൂറോടെ ഇരിക്കണം. അപ്പോൾ സമയം കൊണ്ട് സിനിമയൊക്കെ കണ്ട് തീർത്ത് നൈസായിട്ടൊന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ചൂടാട്ടോ, ചൂട് പറഞ്ഞ രക്ഷയില്ല. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര വിട്ടിട്ട് ആന്ധ്രയിലോട്ട് കയറാനുള്ള സെറ്റപ്പിലാണ്. ആന്ധ്രയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയാണ് നിലവിൽ, ചിലവർ കഴിയുമ്പോൾ ആന്ധ്രയിലോട്ട് കയറും. നമ്മൾ ബെല്ലർഷ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടായി. ബെല്ലർഷ ആന്ധ്രയിലെ ആണെന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിഞ്ഞൂടെ. ആന്ധ്ര മഹാരാഷ്ട്ര ബോർഡറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ രാത്രിയിൽ അടുത്ത സ്റ്റോപ്പുള്ളൂ. രാത്രിയില്ല 6:30 അപ്പോൾ ഇവിടെ കടകളിലെല്ലാം എല്ലാ സാധനത്തിനും 10 രൂപ 5 രൂപ കൂടുതലാണ്. 15 രൂപയുടെ സാധനത്തിന് 20 രൂപ കൊടുക്കണം. 40 രൂപ 50 രൂപ തണുത്തതിനാണോ. പിന്നെ നമ്മൾ നിയമം പറയുമ്പോഴത്തേക്കും ഈ ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ 44 ഡിഗ്രി സെൽഷ്യസാണ്. ആ ചൂടിന് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അത് നോക്കാറില്ല. 10 രൂപ നമ്മളെല്ലാവരും നിയമം പറഞ്ഞ് നിൽക്കും. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ല. കാരണം എല്ലാവരുടെയും നിന്നൊക്കെ 10 രൂപ കൂടുതലാണ് മേടിക്കുന്നത്. ചൂഷണമാണെന്ന് വെച്ചാൽ അതെ, പക്ഷേ വേറെ വഴിയൊന്നുമില്ല. എല്ലാവരും മേടിച്ച് കഴിക്കുന്നുണ്ട്. നമ്മൾ രാമകുണ്ടം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ സ്റ്റോപ്പായിരുന്നു. അപ്പോൾ അവിടെ എടുത്തു. നമുക്കൊരു പഴയ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആൾക്കോ ഡീസലാണ്, അല്ല ഇലക്ട്രിക് കേട്ടോ, ഇലക്ട്രിക്കാണ്. ഗുഡ്സിൻ്റെ കളറാണ്, ഗുഡ്സ്. ഇനി അടുത്ത വാറങ്കൽ സ്റ്റേഷൻ അടുത്ത. ആന്ധ്രയിൽ നെൽപ്പാടത്തിൻ്റെ സൈഡിൽ കൂടെ വണ്ടി 100-120 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡാണ്. നല്ല സ്പീഡിൽ വിടുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റേഷൻ വാറങ്കലാണ്. 7:30 എത്തും. വണ്ടി 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഓടുന്നത്. സമയം 7:30. വണ്ടി ലേറ്റാണ്, 1.5 മണിക്കൂർ ലേറ്റാണ്. 1 മണിക്കൂറോളം ലേറ്റാണ്. 1.5 1 മണിക്കൂർ വെച്ച് ലേറ്റാണ്. അപ്പോൾ നമ്മൾ ആന്ധ്രയിലെ വാറങ്കൽ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൈപ്പറ്റണം. വാറങ്കൽ അതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഫ്രണ്ടിൽ കാണാം. ട്രെയിൻ കിടക്കുന്നതിൻ്റെ അവിടെ ആയിട്ടാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അങ്ങനെ വാറങ്കൽ സ്റ്റേഷനിൽ ഫുഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കൈപ്പറ്റി സ്വിഗ്ഗിയിലാണ്. അത് ഞാൻ കാണിക്കാം. 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആ ബിരിയാണിയിലുണ്ട്. അപ്പോൾ വിജയവാഡയിലൊക്കെ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ വാറങ്കലിൽ നിന്നാണ് ഫുഡ് മേടിച്ചത്. അപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർ ഒരു ബിരിയാണി വാങ്ങിയാൽ മതി. അത് അടിപൊളി കടയാണ്. ആ കടയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒരെണ്ണം വാങ്ങി 2 പേർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഡെലിവറി അടക്കം 250 രൂപ അടക്കം വന്നായിരുന്നു അത്. പക്ഷേ ട്രെയിനിലെ ഫുഡിനേക്കാളും അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പം ട്രൈ ചെയ്തവർക്ക് അഭിപ്രായം പറയാം. ഇതുവരെ പരീക്ഷിക്കാത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സമയം രാത്രി 10:30.
നമ്മൾ ആന്ധ്രയിലെ വിജയവാഡ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ട്രെയിന് 1.5 മണിക്കൂർ ലേറ്റായിരുന്നു, ഓടി എത്തിയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിന് ഡിലേ എങ്ങാണ്ടേ ഉള്ളൂ. സ്ലാക്ക് ടൈം കൂടുതലുള്ള കാരണം ഒരു ടൈം എത്തിയിട്ടുണ്ട്. വിജയവാഡ സ്റ്റേഷൻ വലിയ സ്റ്റേഷനാണ് കേട്ടോ വിജയവാഡ. ഞാൻ കേട്ടിട്ടുള്ളൂ, അതേട്ടാണ് ഈ വഴിക്ക് വരുന്നത്. വേറെ ട്രെയിനൊക്കെ പോകുന്ന കാണാം. ഐസിഫ് കോച്ച് കടന്നു പോകുന്നുണ്ട്. നമ്മളങ്ങനെ വിജയവാഡ സ്റ്റേഷനിൽ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിജയവാഡ വരുന്നത്. ആന്ധ്രയുടെ ഈ സൈഡിലോട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി എടുക്കുന്നുള്ളൂ. വിജയവാഡ എന്നുള്ള ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. വിജയവാഡ ജംഗ്ഷൻ. ഉറുദുവിലും ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലുണ്ട് വിജയവാഡ. വിജയവാഡ ജംഗ്ഷൻ 6-8 പ്ലാറ്റ്ഫോം ഉണ്ട്. കണ്ടിട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. നമ്മളങ്ങനെ രാത്രിയിലെ 10:30 കഴിഞ്ഞപ്പം വിജയവാഡയിലെത്തി. ഇവിടെ 10 നമ്മൾ 8ാമത്തേലാണ് അത്. ഇവിടെ 10 ഇങ്ങനെ 10 പ്ലാറ്റ്ഫോമാണ് നിലവിലൂടെ. അപ്പോൾ ഇനി നമ്മളിവിടെ പുറപ്പെട്ടാൽ ഇനി ആന്ധ്രക്കൂടെ തന്നെയാണ് രാവിലെ വരെ ഓടുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് കയറി കിടന്നേക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ പോവുകയാണ്. Train number 1626 New Delhi Trivandrum Kerala Superfast Express via Salem E-Road Coimbatore will leave shortly from platform number 5. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ 6:45. നമ്മളിപ്പോൾ കട്ട്പാടിയിലാണ്, തമിഴ്നാട്ടിലെ കട്ട്പാടി സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൺ ടൈമിലാണ് ട്രെയിന്. രാത്രിയിൽ ഡിലേ ആയതെല്ലാം ഓടിപ്പിടിച്ചിട്ടുണ്ട്. മാത്രം ഡിലേ ഒന്നും ഇല്ലായിരുന്നു. 1.5 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. സ്ലാക്ക് ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 10 മണിക്കൂറോളം ലേറ്റ് ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ കട്ട്പാടിയിലെത്തി. കട്ട്പാടി ജോളാർപേട്ട എത്തി. ഓൺ ടൈമാണ്. 8 മണി ആയതേ ഉള്ളൂ. 8 മണിക്ക് തന്നെ എത്തി. രാവിലെ തന്നെ അടിപൊളി വട കിട്ടി. ചൂട് വട കേട്ടോ, ചൂട് വട നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉള്ളത്. സൂപ്പറായിരുന്നു എൻ്റെ ചൂട് വട. 4 വട 60 രൂപ. എല്ലാവരും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ട്രെയിനകത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. സേലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോളാർപേട്ട വിട്ടു. മൊത്തം കൃഷിസ്ഥലങ്ങളാണ്. മാവും ഇതൊക്കെയോ ഒരുപാട് കൃഷികളുണ്ട്. കാണാൻ സാധിക്കുമായിരുന്നു. 9:45 സേലം എത്തി. സേലം ഫുഡ് ഓർഡർ ചെയ്തിട്ട് നോക്കണം. ഈറോഡ് ജംഗ്ഷനിലെത്തി. ഈറോഡ് ജംഗ്ഷൻ
സമയം 11:30 നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം 6 മണിയാകുമ്പോഴേ എത്തുള്ളൂ. ഓൺ ടൈമാണ് വണ്ടി. നമ്മൾ കോയമ്പത്തൂരോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പതിയാണ് പോകുന്നത്. ഇവിടെ മൊത്തം ചരക്കിൻ്റെ സിമെൻറ്റിൻ്റെ ഗോഡൗൺ, സിമെൻറ്റ് കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്. ലോറിയൊക്കെ ഇഷ്ടംപോലെയാണ്. ഗുഡ്സ് ട്രെയിനുണ്ട്, ഫ്ലൈ ഓവർ കടന്നു പോകുന്നുണ്ട് മുമ്പോട്ട് കൂടെ. നമ്മൾ ട്രെയിനാണ് ഈ പോകുന്നത്. ഫ്രണ്ടിൽ സ്ലീപ്പർ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. സ്ലീപ്പർ മുമ്പോട്ടും സെക്കൻഡ് AC സീറ്റ് ബാക്കിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹംസഫറിൻ്റെ ലിവറുള്ള ഒരു കോച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഹംസഫറിൻ്റെ ഒരു കോച്ചുണ്ട്. അതാ കാണുന്നൊരു ഹംസഫറാണ്. ബാക്കിയെല്ലാം ചുമ കളറിലുള്ള കോച്ച്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇതേ കാണാനാണ്. ടൗണിൽ കൂടെയാണ് കയറി. കോയമ്പത്തൂർ, കോയമ്പത്തൂർ എങ്ങനെ വേണമെങ്കിലും പറയാം. അവിടെയാണ് കോവൈ സ്റ്റേഷൻ. ഇപ്പോൾ സമയം 12:30. വണ്ടി ഓൺ ടൈമാണ് ഏകദേശം. ലോക്കോ അടപ്പുണ്ട് തൊട്ടിപ്പറേ വാപ്സോൽ. ഒന്നല്ല 3 കിടപ്പുണ്ട്. 2 വാപ്സവനും നമ്മുടെ റോയപുരത്തിൻ്റെ ഒരു കല്യാണിൻ്റെ വാപ്സവനാണ്. എപ്പോഴും ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോകും. നോക്കട്ടെ, ഈ റോഡ് ഷെഡിൻ്റെ ഒരു ലോക്കോ വാപ്പ് ഫോർ. പാലക്കാട് സ്റ്റേഷൻ, പാലക്കാട്. ഇതിന് സ്റ്റോപ്പുണ്ട്. നമ്മൾ ഷൊർണൂർ ഔട്ടറായി. നമ്മൾ കോട്ടയത്തെത്തി. പറഞ്ഞ സമയത്തിലും 1/2 മണിക്കൂർ താമസിച്ചാണ് എത്തിയത്. അപ്പോൾ ഈ യാത്ര ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.